ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ അഷ്ടമുടിക്കായലിലെ രുചി തേടിയുള്ള യാത്രയിൽ വന്ന് നിൽക്കുന്നത് നടക്കാവ് മാർക്കറ്റിലാണ്. അവിടെ ഒരുപാട് ചേച്ചിമാർ ധാരാളം മീനുകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് നോക്കിയത് കൂഴാവാലിയായിരുന്നു. പക്ഷേ അവിടെ കൂഴാവാലി മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇപ്പം മുരുവിറച്ചി അല്ലെങ്കിൽ മുരിങ്ങയിറച്ചി എന്നൊക്കെ പേരുള്ള ഓയിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കക്ക പൊട്ടിച്ചതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ മീനുകൾ, ഇപ്പം പേര് പോലും അറിയാൻ വയ്യാത്ത കുറേ മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ടൈപ്പ് ചൂട ഉണ്ടായിരുന്നു. പിന്നെ കൊഞ്ചുണ്ടായിരുന്നു. അതേപോലെ പൂല എന്നുണ്ടായത്, ഈ മീനെ പൂല എന്നൊക്കെയാണ് പറയുന്നത്. പൂല മീനുണ്ടായിരുന്നു. പിന്നെ കായലിലെ ചെറിയ ചൂട, ചെറിയ കൊഞ്ചുകൾ, അങ്ങനെ വലിയ കൊഞ്ച്, ചെറിയ കൊഞ്ച്, പിന്നെ കുറേ കരിമീൻ, പിന്നെ അങ്ങനെ കുറേ തരം മീനുകളുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കടലിലെ മീനുകൾ വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും കായൽ മീനാണ് അവിടെ. ഈ കായൽ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന കായൽ മീൻ മൊത്തം നല്ല ജീവനുള്ള കായൽ മീനുകളാണ്. ഇതാണ് നമ്മുടെ ഉഴവാലിയാണിത്. അപ്പോൾ ഈ സാധനത്തിന് അവിടെ 100 രൂപയ്ക്ക് ഈ 15 എണ്ണം അങ്ങനെയാണ് അവർ വിൽക്കുന്നത്. അപ്പം ഇതിന് നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇതേപോലെ മുരുവിറച്ചി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് കൂഴാവാലി വാങ്ങിക്കുന്നുണ്ട്. വറക്കാൻ വേണ്ടിയിട്ട് കുറേ കൂഴാവാലി വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പച്ചത്തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. അപ്പം ഞാനിവിടെ വന്ന് ഈ കൊല്ലം ജില്ലയിൽ വന്നു കഴിഞ്ഞാണ് ഞാനിത് ഇതിപ്പോൾ കഴിക്കുന്നത്. നേരത്തെ ഞാനങ്ങനെ ഇത് കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് 1-2 തവണ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ വരെ കയറിയതാണ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കക്ക, അത് വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. ഇത് റോസ്റ്റ് ചെയ്യാനും വറുത്തരച്ച് കറിയൊക്കെ വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാനത് കഴിച്ചിട്ടുണ്ട്. പിന്നെ കക്ക ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജീവനുള്ള നല്ല പിടയ്ക്കുന്ന ഞണ്ട് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 500 രൂപയ്ക്കൊക്കെ നന്നായിട്ട് കറി വെക്കാനുള്ള ഞണ്ടൊക്കെ കിട്ടും. അതേപോലെ നല്ല ഒരു വലിപ്പമുള്ള ഞണ്ടുകളും ചെറിയ ഞണ്ടുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് കടിമീനാണ്. പിന്നെ അതുകൂടാതെ വേണ്ട കുറേ കരിമീനെന്ന് പറഞ്ഞാൽ നല്ല ജീവനുള്ളതാണ്. എല്ലാം പിടയ്ക്കുന്ന കരിമീനൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് നേരിട്ട് കണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അവിടെ കുറേ ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് കുറച്ച് നേരം നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരും. കരിമീൻ കണ്ടോ? കരിമീൻ നല്ലതായിട്ട് പിടയ്ക്കുന്ന കരിമീനാണ്. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പിടിച്ചുകൊണ്ട് വന്ന ടൈപ്പ് മീനാണെന്നത്. അത് നന്നായിട്ട് പിടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കരിമീൻ ഒരുപാട് പേരുടെ കയ്യിൽ കരിമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും കരിമീൻ നമ്മൾ 500 രൂപയ്ക്കൊക്കെ അത്രയും കരിമീൻ കിട്ടും. നമ്മളല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയ്ക്കൊന്നും ഇത്രയും കരിമീൻ കിട്ടത്തില്ല. പക്ഷേ അവിടെ 500 രൂപയ്ക്ക് നല്ല രീതിയിൽ കരിമീൻ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന മീനിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അവിടുന്ന് കുറച്ച് കരിമീനും പിന്നെ കുറച്ച് പ്രാച്ചി, അങ്ങനെ കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ട് വാങ്ങിച്ച്, ചെറിയ ചൂട വാങ്ങിച്ച്, അങ്ങനെ കുറച്ച് മീനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അതേപോലെ നല്ല ഫ്രഷ് മീനുകളായിരുന്നു ഉള്ളത്. രാവിലെ ഒരു 8:30 മുതലൊക്കെയാണ് അവിടെ എല്ലാ മീനും വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഒരു 8-9 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം നല്ല പിടയ്ക്കുന്ന മീനൊക്കെ തീർന്നു പോകും. കാരണം പെട്ടെന്ന് തന്നെ ആളുകൾ വന്ന് ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് രാവിലെ ഒരു 8:30-ക്ക് മുമ്പ് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് മീനും കാണാനും വാങ്ങിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ നടക്കാവ് മാർക്കറ്റ് അടുത്തുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം. അവിടെ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇവിടെ ഇങ്ങനെ മീൻ കിട്ടുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്.
എന്താ മത്തിയോ?